ശബരിമല സ്വർണ്ണ മോഷണ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കും. കഴിഞ്ഞ ഡിസംബർ 3-ന് കേസ് പരിഗണിക്കവേ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കോടതി 6 ആഴ്ചത്തെ സമയം നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു. SITയുടെ അന്വേഷണത്തിൽ ദേവസ്വം ബെഞ്ച് നേരത്തെയും തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയെന്നും പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും SIT കോടതി അറിയിച്ചിട്ടുണ്ട്. ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. ഉമേഷ്, ഇന്നിപ്പോൾ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് 4-മത്തെയാണെന്ന് തോന്നുന്നുണ്ട് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എന്തായാലും ജനുവരി 17 ഈ ഒരു അവസാന തീയതി നൽകിയിരിക്കുന്നത് ഹൈക്കോടതി. എന്തായാലും അതിനു മുൻപ് തന്നെ ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഈ റിപ്പോർട്ടിൽ ഇടം പിടിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം അടൂർ പ്രകാശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോൾ ചോദ്യമുനയിൽ നിൽക്കുന്നുണ്ട്. ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള നേതാക്കളൊക്കെ ഉണ്ട്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ അടങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടോ? ഭദ്ര, വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നിപ്പോൾ വീണ്ടും അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് ഡിസംബർ 3-നാണ് ഈ കേസ് അവസാനമായി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ആ സമയത്ത് ഈ SITക്ക് അനുവദിച്ച സമയം പൂർത്തിയായിരുന്നു. 6 ആഴ്ചത്തെ സമയമാണ് ഈ അന്വേഷണം പൂർത്തിയാക്കാനായി SITക്ക് നൽകിയിരുന്നത്. ആ സമയപരിധി കഴിഞ്ഞ ഡിസംബർ 3-ന് അവസാനിച്ചു. പക്ഷേ അന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ കോടതി അറിയിച്ചത് ഇതിൽ ഒട്ടേറെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അതായത് 2014 മുതൽ 2025 വരെ നടന്ന കാര്യങ്ങൾ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങൾ, പല കാര്യങ്ങളും വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമയപരിധി നീട്ടി നൽകണം എന്നൊരാവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ 6 ആഴ്ച നീട്ടി നൽകുമ്പോൾ ജനുവരി 15 വരെ അതിൻ്റെ കാലാവധി ഉണ്ട്. അപ്പോൾ ആ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി നൽകുന്ന ഒരു ഇടക്കാല റിപ്പോർട്ട് കൂടിയാണ് ഇന്നത്തെ എന്ന വളരെ പ്രത്യേകതയുണ്ട്. ഇതിൽ മറ്റൊരു സവിശേഷത, ഇതുവരെ ഈ കേസിൽ 10ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിനു മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ചില അറസ്റ്റുകളുണ്ടായത്. അത് ഈ ശബരിമലയിലെ സ്വർണം വേർതിരിച്ച സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO പങ്കജ് ഭണ്ഡാരിയും ഒപ്പം കർണാടക ബല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഇവരുടെയൊക്കെ അറസ്റ്റ് ഉണ്ടായത് ഇതിന് ശേഷമാണ്. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ SITക്ക് കണ്ടെത്താനായി എന്നുള്ളത് പ്രധാനമാണ്. ഭദ്ര ചോദിച്ചതുപോലെ അടൂർ പ്രകാശും ആൻ്റണി MP-യും ഒക്കെ സോണിയാഗാന്ധി ക്കൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമൊക്കെ ഇവർക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വരുന്നു. 1-ലേറെ തവണ ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ SITയുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന കാര്യങ്ങളൊക്കെ SIT അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടെത്തിയ കാര്യങ്ങളടക്കം ഇന്നത്തെ ഈ അന്വേഷണ പുരോഗതിയിൽ SIT ഹൈക്കോടതി അറിയിക്കും എന്നാണ് കരുതുന്നത്. അത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് അറിവാകില്ല. കാരണം അത് അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ നടപടികളൊക്കെ തന്നെ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. അത് കഴിഞ്ഞ തവണയും കോടതി പറഞ്ഞതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റ് വെളിപ്പെടുത്തുന്നില്ല എന്ന് കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അടച്ചിട്ട മുറിയിലായിരിക്കും ആ നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം ഇതിനു മുൻപൊക്കെ കോടതി ഒരു ഇടക്കാല ഉത്തരവ് ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പുറത്തിറക്കാറുണ്ട്. അതുപോലെ ഒരു ഇടക്കാല റിപ്പോർട്ട് ഇന്നും കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദേവസ്വം ബെഞ്ചാണ് ജസ്റ്റിസ് രാജവിജയരാഘവനും ജസ്റ്റിസ് K. ജയകുമാറും എന്നിവരടങ്ങുന്ന ബെഞ്ചാണ്, KV ജയകുമാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഈ ശബരിമല കേസ് പരിഗണിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഇടവേളയ്ക്ക് ശേഷം, ഏതാണ്ട് 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നൽകുന്ന ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് കോടതി എന്തൊക്കെയാണ് നിരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അടൂർ പ്രകാശം അടക്കമുള്ളവർ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. എന്താണ് SITയുടെ കണ്ടെത്തൽ എന്നുള്ള കാര്യമൊക്കെ ഇതിൽ നിന്ന് അറിവാകും. ഒപ്പം ഇതിനു മുൻപ് ഈ SITയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിവിട്ട് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി വഴിവിട്ട നീക്കങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതർ ദേവസ്വം മാനുവൽ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല നീക്കങ്ങളും
ഈ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിൻ്റെ ചില പദ്ധതികളുമായി സാമ്യമുണ്ട് എന്ന തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ശില്പപാളികളുടെ പകർപ്പ് എടുത്ത് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നുള്ള സംശയമൊക്കെ കോടതി പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ SIT അന്വേഷണം നടത്തിയിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം ഈ ശില്പപാളിയിൽ നിന്ന് വേർതിരിച്ച സ്വർണത്തിൻ്റെ അടക്കം ശാസ്ത്രീയ പരിശോധനാ ഫലം ഒരാഴ്ചക്കകം ലഭിക്കും. അത് കാത്തിരിക്കണം, ഒരാഴ്ചക്കകം ലഭിക്കും എന്നുള്ളത് ഡിസംബർ 3-ന് SIT കോടതി അറിയിച്ചാണ്. അപ്പോൾ ആ സമയമൊക്കെ കഴിഞ്ഞു. ആ ശാസ്ത്രീയ പരിശോധനാ ഫലവും SITയുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് അതെല്ലാം ചേർത്തുള്ള ഒരു അന്വേഷണ പുരോഗതി തന്നെയായിരിക്കും ഇന്ന് SIT കോടതിയെ അറിയിക്കുക. അത് കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ ഇടക്കാല റിപ്പോർട്ട് കോടതി പറയുകയാണെങ്കിൽ അതിൽ വളരെ പ്രധാനമാണ് എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഭദ്ര.